ഇപ്പോൾ പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പി ജെയിംസ്, മുസാഫിർ പോലെയുള്ള ഇരുത്തമെന്ന ജേർണലിസ്റ്റുകൾ പറയുന്നത് ഈ യുദ്ധം നീണ്ടു നിൽക്കില്ല എന്ന് തന്നെയാണ്. കാരണം ഇറാൻ്റെ മുന്നിൽ നേതൃത്വമില്ലാതായി, ഒരേ സമയം ഇത്രയധികം രാജ്യങ്ങളോട് യുദ്ധം ചെയ്യണം, അതിനുള്ള സാധന സാമഗ്രികൾ അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അവരുടെ നടുവൊടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ആത്മീയ നേതാവ് 1989 ശേഷം അധികാരത്തിലിരുന്ന അവരുടെ ആത്മീയ നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് വെളിപ്പെടുത്താവുന്ന അവർക്ക് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ അവർക്കും താല്പര്യം ഉണ്ടാകില്ല. കാര്യം ഗൾഫ് നാട്ടിലെ കൊമേഴ്സ്യൽ കണ്ണോടെയാണ് ട്രംപ് ഇതെല്ലാം കാണുന്നത്. എണ്ണയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എസ് കെ ഇതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഈ എസ് കെ പറഞ്ഞ ഇതേ അഭിപ്രായം തന്നെ. കാരണം അവരുടെ ലക്ഷ്യം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിക്കുക, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോവുക, എന്നിട്ട് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക, അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന് തന്നെയാണ് ട്രംപും നെതന്യാഹുവും ലക്ഷ്യം വെച്ചത്. മധ്യ പൂർവേഷ്യയിലെ മുഖച്ഛായ ഞങ്ങൾ മാറ്റുകയാണ് എന്ന് ഇന്നലെ രാത്രി ഈ ലോകത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തന്നെ അവർക്കൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നു ഖമനായി കൊല്ലപ്പെട്ടു എന്നുള്ളത്. കാരണം അതുപോലെയുള്ളൊരു അറ്റാക്കാണ് എസ് കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാര്യമുള്ളത്, 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അടിയന്തരമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നത് പുതിയ ആയത്തുള്ളയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അടിയന്തരമായിട്ടൊരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ 3 പേരുടെ ഒരു കൗൺസിലാണ് അത് ചെയ്യുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഒപ്പം തന്നെ ഗാർഡിയൻ കൗൺസിൽ, അത് മുല്ലമാരുടെയും മതപണ്ഡിതരുടെയും ബോഡിയാണ്. അതിൽ നിന്നുള്ളൊരു അംഗം. ഇവർ 3 പേർ ചേർന്നാണ് ആയത്തുള്ള ഖമനിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത്. ആയത്തുള്ള ഖമനിയുടെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വരുമെന്നുള്ള പ്രചരണമുണ്ട്. വേറെ 2 പേർ, ഏറ്റവും ആയത്തുള്ള അലി ഖമനായിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അവരുടെ പേരും കേൾക്കുന്നുണ്ട്. നേരത്തെ ഇബ്രാഹിം റൈസി പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരാണ് പിൻഗാമിയായിട്ട് കേട്ടിരുന്നത്. അദ്ദേഹം ഒരുപോലെ മതപണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്നു. പക്ഷേ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ആര് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. എസ് കെ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. അവർക്ക് അവരുടെ തല നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ കൺഫ്യൂഷനാണ്. എന്ന് മാത്രമല്ല, ഒറ്റ അറ്റാക്കിൽ 500 സൈനിക കേന്ദ്രങ്ങളിൽ 200 യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുക, ഒപ്പം തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ നിന്ന് മറ്റേ ടോമഹോക്ക് മിസൈലുകളാണ് തുരുതുരാ വന്ന് പതിക്കുന്നത്. അവര് ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങളിലേക്ക് ഈ എന്താ പറയുക ഒരു കണ്ണടച്ച് കൈവിട്ട കളിക്ക് ഇറാൻ തയ്യാറായത്. ഒരുപക്ഷെ സൗദിയിലെ റിയാദിലും ഒപ്പം തന്നെ ദമാമിനടുത്തുള്ള പ്രദേശത്തും ആക്രമണം നടത്തി. UAE അബുദാബിയിൽ, ദുബായിൽ നമ്മളൊക്കെ അറിയുന്ന കൃത്രിമ നഗരമായിട്ടുള്ള ലേക്ക് നടത്തിയ ആക്രമണം എല്ലാവരും ഞെട്ടിച്ചതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കുവൈറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് അവിടെയുള്ള കുവൈറ്റിലെ US സേനാ താവളത്തിൽ ആക്രമണം നടത്തി. ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ ബഹ്റിനിലെ കാര്യം, മനാമയിൽ നടത്തിയ ഒരു കെട്ടിടം കത്തുന്നതിൻ്റെ ഇത് നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് കാണിച്ചതാണ്. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ ചിത്രങ്ങളാണ് നമ്മൾ കാണിച്ചത്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ മിസൈൽ ചെന്ന് പതിച്ചു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് 47 രാജ്യങ്ങളുടെ കമ്പൈൻഡ് മെറൈൻ ഫോഴ്സിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇറാൻ അടിച്ചതൊക്കെ ചിലയിടത്ത് കൊണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സിറിയയിൽ ഇറാന്റെ മിസൈൽ പതിച്ച് 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അധികം വാർത്തകളൊന്നും വരാത്ത പ്രദേശങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഈ അമേരിക്കയുടെ കമാൻഡ് സെൻറ്റേഴ്സുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഖത്തറിൽ സ്ഫോടനങ്ങൾ നടന്നു. ഖത്തറിലേക്ക് നിരവധി മിസൈൽ അയച്ചെങ്കിലും അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സംവിധാനം വെച്ച് അതൊക്കെ തകർത്ത് കളയുകയായിരുന്നു. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ, കുവൈറ്റ്, സൗദി, UAE അടക്കമുള്ള GCC രാജ്യങ്ങളൊക്കെ പരസ്പരം ചർച്ചയിലാണ്. ഇനി എന്ത് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഇത് തീരുന്നത് വരെ ഇത് നീണ്ടു നിൽക്കും. തീരുന്നതേ വരെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭരണകൂടം വീഴുന്നത് വരെ അത് വീണ്ടു നിൽക്കും എന്ന് പറഞ്ഞതാണ്. ഒരു പക്ഷേ SKN യുദ്ധം പെട്ടെന്ന് തീരുമോ എന്ന് പറയാൻ പറ്റാത്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയ അഭിസംബോധനയിലും യുദ്ധം തുടരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണമാറ്റം വരെ യുദ്ധം തുടരാനാണ് അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്നതെങ്കിൽ
ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോയേക്കാം. എന്ന് മാത്രമല്ല എസ് കെ ഇന്നലെ ആയിരക്കണക്കിന് ഇറാനികൾ പ്രക്ഷോഭകാരികളടക്കം അതുവരെ ഈ ഭരണകൂടത്തെ എതിർത്ത് നിന്നവർ ഇറാന്റെ ദേശസ്നേഹം പറഞ്ഞുകൊണ്ട് അവരൊക്കെ തെരുവിൽ ഇറാന്റെ പതാകകളുമായി രംഗത്തിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇവര് വൈരാഗ്യമൊക്കെ മാറ്റിവെച്ച് അവരൊക്കെ ഒന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ജെയിംസ്, ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. അവിടുത്തെ മാധ്യമങ്ങൾ കൂടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടുവെന്ന്. മാത്രമല്ല ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ മകളും കൊല്ലപ്പെട്ടുവെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രയേൽ കനത്ത രീതിയിൽ ടെഹ്റാനിലും മറ്റു ചില പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിൽ. അതുപോലെ പൊതു അവധിയായിരിക്കും ഇനി അടുത്ത 7 ദിവസങ്ങൾ ഇറാനിൽ. ഇറാനിലെ ജനതയിൽ വല്ലാത്തൊരു ഷോക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ അയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകം. ഒരുപക്ഷെ അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അമേരിക്ക ഇസ്രയേലിൻ്റെ പരമോന്നത നീക്കം. അവർ നടത്തിയ സംയുക്തമായ ആക്രമണത്തിലാണ് ഈ ഖമനി കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അന്താരാഷ്ട്ര വിവരം. കുറേ അധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു യുദ്ധമായി ഇത് തിരിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ പുണ്യകാലത്ത് ഗൾഫ് നാടുകളിൽ ആളുകൾ താമസിക്കുമ്പോഴും ഈ യുദ്ധത്തിൻ്റെ കരിമേഘങ്ങൾ കാർമേഘങ്ങൾ ഈ ആശങ്ക വളർത്തിക്കൊണ്ട് അവിടെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എല്ലാ രീതിയിലും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ലോകത്തിലെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് UAE ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ ഖത്തർ അവരുടെ വ്യോമപാത അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി ദോഹയിൽ നിന്ന് എന്ന വാർത്ത കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഖത്തറിലെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഇറാൻ്റെ 65 മിസൈലുകളും അതുപോലെ 12 ഡ്രോണുകളും പേട്രിയോട്ട് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അവർ തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഖത്തർ പൊതുവെ ഇന്ന് ശാന്തമാണ്. ഓഫീസുകളൊന്നും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഖത്തറിൽ രാവിലെ 8 മണി മുതൽ തന്നെ ഖത്തർ സമയം 8 മണി മുതൽ കാര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്നാണ് പറയുന്നത്. എന്തായാലും പല വിമാനങ്ങൾ ലുഫ്താൻസ ഉൾപ്പെടെ പല വിമാനങ്ങളും അവരുടെ സർവീസുകൾ റദ്ദ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർത്ത് നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ്. എന്തായാലും 1989 മുതൽ ഇറാന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന ആത്മീയ ആചാര്യൻ സ്പിരിച്വൽ ലീഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതൊരുപക്ഷേ ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും നെഞ്ചിലുണ്ടാക്കുന്ന മുറിവ് ചില്ലറയായിരിക്കില്ല. അല്പസമയത്തിനകം PP ജെയിംസ് വീണ്ടും ചേരുകയാണ് നമുക്കൊപ്പം. PP ജെയിംസ്, ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ആക്രമണം അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് എങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു മാസീവ് സ്കെയിലിൽ ഒരു ആക്രമണം നടത്തി ആത്മീയ ആചാര്യനെ കൊലപ്പെടുത്തും എന്ന് വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും SKN, ഈ ആയത്തുള്ള അലി ഖമനായി 37 വർഷം ഏതാണ്ട് ഒരു ഏകാധിപതിയെ പോലെ തന്നെ ഇറാൻ ഭരിച്ചതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ, അത് ഏത് തരത്തിലുള്ള പ്രക്ഷോഭമായാലും പല കാലങ്ങളിൽ അതൊക്കെ അടിച്ചമർത്തുന്നതിൽ അതികർശനമായ നിലപാടുള്ള നേതാവായിരുന്നു അലി ഖമനായി. അദ്ദേഹത്തിന് മുൻപ് 1979 ഈ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയത്തുള്ള റുഹാനി ഖുമൈനി, അദ്ദേഹം യഥാർത്ഥത്തിൽ 10 വർഷമാണ് ആ സ്ഥാനത്തിരുന്നത്. ആ സമയത്ത് പലർക്കുമെതിരെ ഡെത്ത് വാറന്റ് ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള ഒരു ആയത്തുള്ള ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മേലെയുള്ള സ്ഥാനമാണ് ആയത്തുള്ളയുടേത്. മതപണ്ഡിതരുടെ ഒരു വലിയ നേതൃത്വത്തിലാണ് ഇറാന്റെ ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്കായി രൂപം കൊണ്ടത്. അതിനു മുമ്പ് SKN നമുക്കൊക്കെ അറിയുന്ന പോലെ റസ്ലി പഹലവി ഷാ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു ഒരു വിപ്ലവത്തിലൂടെ. അദ്ദേഹം അമേരിക്കയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹം ട്രംപിന് നന്ദി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇറാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാൻ്റെ ഷായിനെ സ്വീകരിക്കാൻ ഇറാൻ തയ്യാറാവുമോ എന്നറിയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഖമനായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അവിടെ ഖമനായിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് കൂടി ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ സൈന്യം, അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരാണ്. ഇപ്പോൾ ഖമനായിയുടെ ഒരു പിൻഗാമി ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരുന്ന സമയത്ത് ഓഫീസിനെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകനാണ്.
അദ്ദേഹമായിരിക്കാം ഒരുപക്ഷെ അടുത്ത ആയത്തുള്ളയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.